ഇന്ന് കുറേ ദിവസം കൂടി വീണ്ടും പണിക്ക് പോവാണേ. പൈപ്പ് ലൈൻ്റെ വർക്കിന് പോവാ. പൈപ്പ് ലൈനിൻ്റെ വർക്ക് തുടങ്ങി. അവർ മഴ കാരണം കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് അവർ വീട്ടിൽ പോയതാണ്. അവർ പിന്നെ വന്ന് ഇന്നിപ്പം വീണ്ടും പോവാ. ബക്കറ്റൊക്കെ മാറി. നമുക്ക് നേരത്തെ പണിയൊന്നുമില്ലായിരുന്നു. ഓട്ടം മഴയൊക്കെ ആയതുകൊണ്ട് തീരെ കുറവായിരുന്നു. പിന്നെ തടികേറ്റ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇന്നലെ അവർ പൈപ്പ് ലൈനിൽ അവർ വന്നിട്ട് വിളിച്ചു. പിന്നെ അവർ വന്നിട്ടുണ്ട്, ഇന്നോട്ട് വരാമെന്ന് ചോദിച്ചു. പിന്നെ രാവിലെ വന്ന് ബക്കറ്റൊക്കെ മാറി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ മഴക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്നാ വന്നു. മഴയാണ് നടക്കത്തില്ല. നീ റോഡെല്ലാം അങ്ങനെ വെട്ടിയിട്ട് ചെളിയായി കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുമല്ലോ. അതാ വേറൊരു പ്രശ്നം. ഞാനിവിടെ എത്താറായേ. നല്ല മഴക്കാർ കാണുന്നുണ്ട്. മഴ ചെറുതായിട്ട് ചാറുകയും ചെയ്തു. ഇവിടുന്ന് റൈറ്റാന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വിളിച്ചു നോക്കാം. ഇല്ലെങ്കിൽ തുടങ്ങി. ഞാൻ സൈറ്റിലെത്തി. ആൾക്കാർ 2-3 പേര് പണിയുന്നുണ്ട്. ആ 2 പൈപ്പ് വെൽഡ് ചെയ്തിട്ടുള്ളൂ. അല്ല എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ഈ കാണുന്ന വീടിൻ്റെ അവിടെ നിന്നാട്ടോ തുടങ്ങുന്ന പോയി. ഇവിടുന്ന് അങ്ങോട്ട് വെട്ടി പോകാമെന്ന് പറഞ്ഞു. ആകെ 3 പൈപ്പ് ഇവിടെ വെൽഡ് ചെയ്തിട്ടുള്ളൂ. വേറെ വെൽഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു പിടുത്തമില്ല. ഞാൻ പുള്ളി റീഡിങ് വന്ന് എഴുതിയെടുത്തിട്ട് പതുക്കെ തുടങ്ങാം. ഈ ഭാഗത്തെടുന്ന ഇത്ര ഭാഗം വെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു കല്ലുണ്ട്. അത് ചെറിയൊരു ബെൻഡായി. ആകെ 1 പൈപ്പ് 2 പൈപ്പ് ഇടാനുള്ള ഗ്യാപ്പായാലും മഴ പോകുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു കോൺക്രീറ്റ് പൊട്ടിച്ചോണ്ടിരിക്കുക. കുറച്ച് ദൂരോടെ വെട്ടിയത്. പിന്നെയും ഭയങ്കര മഴ കേട്ടോ. പൈപ്പിങ്ങോട്ട് എടുത്തിട. നമുക്ക് മൂടിയിട്ട് പോവാം. മഴ കേട്ടോ. ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ. പണിക്കാരെല്ലാം കയറിപ്പോയി. ഇപ്പം ബിൽഡിങ് കിടക്കുമല്ലോ. നല്ല മഴയാ. ഇത്രയും ദിവസവും മഴയായിരുന്നു. വീണ്ടും മഴ തുടങ്ങിയെന്ന് തോന്നുന്നു. ഓണമായപ്പോൾ അവർ പിന്നെയും വന്ന് വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവർ പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. ഇന്നത്തെ കാര്യമായാലും തീരുമാനമായി. ഇനി കോൺക്രീറ്റ് പൊട്ടിക്കണം. അല്ലാതെ ഇനി നടപടിയില്ല. അത് കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടി നടക്കുന്നുള്ളൂ. ഈ ചെടി കൂടെ കേട്ടോ പോകുന്നത്. ഈ ചെടി മൊത്തം പോകുന്നത് ഇതുപോലെ. ഇവിടെ ഒരു കാനയുണ്ട്. ഈ കാനയുടെ ചെടി കൂടെ വേണം അങ്ങോട്ട് വരും. അതവിടെ പൊട്ടിച്ചിട്ട് വേണം എനിക്ക്. ക്ലോസ് ചെയ്തു. ഇവിടെ വരെ വെട്ടി. ഇപ്പം കുറച്ച് നേരം നിർത്തി വെക്കാനാണ് പറഞ്ഞത്. എന്തോ തീരുമാനം എടുക്കാനുണ്ടെന്ന്. ഇവിടെ ഒരു കാനയുണ്ട്. ആ കാനയുടെ അവിടെ വെട്ടാൻ പറ്റില്ല. എന്തിനാ കാനയ്ക്കകത്തോടെ വിടാൻ വേണ്ടി വിളിച്ചു ചോദിച്ചിട്ട് റെഡിയാക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ പോസ്റ്റേ പിടിച്ചു. മഴ വരുന്നുണ്ട്. മഴയ്ക്ക് പിന്നെ അങ്ങ് മൂടിയേക്കായിരുന്നു. അല്ലേ ഇതെല്ലാം ഒഴുകി അപ്പുറത്തെ പുറമേ പോകും. അതൊക്കെ അങ്ങ് മൂടാം.
ഈ ഭാഗം കംപ്ലീറ്റ് പൈപ്പ് ട്രെഞ്ച് വെട്ടി മൂടിയിട്ടുണ്ട്. ഇനി ആ വളവ് കഴിഞ്ഞ് താഴോട്ട് ഇറക്കമുണ്ട്, അത് വെട്ടാൻ പോവാം. ഈ ഇറക്കത്തൊരു 10 പൈപ്പ് കൂടെ വെട്ടിക്കൊടുത്തേ. ഇതോടെ ഒന്ന് മൂടിക്കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി നിർത്തുക. ഇനി ബാക്കി നാളെ ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഇവർ വെൽഡ് ചെയ്ത് തീരത്തില്ല. ഇത് കാരണം ഇനി നാളെയാകും. പിന്നെ JCB ഇന്ന് രാവിലെ വർക്ക് തുടങ്ങിയോടത്ത് തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എടുത്ത് നാളെ തുടങ്ങാം. ഇവിടുന്ന് എല്ലാം പരിപാടി തീർത്താൽ നാളെ ഇനി ഈ വഴി തന്നെ എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. എന്നാൽ ഇനി നാളെ കാണാം. ഓക്കെ, താങ്ക് യു.